ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദൻ. ഒരു പുതിയ പഠന പരമ്പര ഇന്ന് ആരംഭിക്കുക. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ, ക്രിസ്ത്യൻ എവിഡൻസസ്. എന്തുകൊണ്ട് ഞാൻ ദൈവ പൈതലായിരിക്കുന്നു, എന്തുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു? വാസ്തവത്തിൽ ദൈവമുണ്ടോ? യേശു ക്രിസ്തു ദൈവമാണോ? ക്രിസ്തു വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റോ? ബൈബിൾ സത്യമോ? പരിണാമ സിദ്ധാന്തം സത്യമാണോ? കർത്താവ് യേശു വാസ്തവത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുവോ? ഇങ്ങനെ അനവധി വിഷയങ്ങൾ ഒരു വിശ്വാസിയെ യഥാർത്ഥ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്നതിനാവശ്യമായ വിഷയം. നീണ്ട ഒരു പരമ്പരയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസമായിരിക്കും നാം ഈ പഠനങ്ങൾ നടത്തുന്നത്. തിങ്കൾ, ചൊവ്വ, വ്യാഴം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ 3 ദിവസങ്ങളിൽ ഈ പഠനം ഉണ്ടായിരിക്കുന്നതാണ്. ചില വിഷയങ്ങൾ, ഇതൊരു കട്ടിയായ ആഹാരം എന്ന് ബൈബിളിൽ പറയുന്നതിന് സമാനമായ വിവരങ്ങളാണ്. ചിലപ്പോൾ 2 തവണയെങ്കിലും കേൾക്കേണ്ടി വരും കുറഞ്ഞ പക്ഷം. യഥാർത്ഥ വിശ്വാസിയെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. അത് ദയവായി പ്രാർത്ഥനയോടും സൂക്ഷ്മതയോടും കൂടി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ വീണ്ടും കേൾക്കുക. അപ്പോൾ ഈ വിഷയം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ അവതരണം 1-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അസ്തിത്വം. 1-ാമത്തെ നമ്മുടെ പഠന വിഷയം ദൈവത്തിൻ്റെ അസ്തിത്വം അഥവാ നിലനിൽപ്പ്. നാം ജീവിക്കുന്നത് വളരെ കഠിനമേറിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. അത് ധാർമ്മികമായാലും ആത്മീകമായാലും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. ഇത് സംശയത്തിൻ്റെ കാലമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പഴയ സമ്പ്രദായങ്ങളും രീതികളും ചോദ്യം ചെയ്യപ്പെടും. ചില മനുഷ്യർ ഈ മതങ്ങൾ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. അവർക്ക് മതം പരീക്ഷണമാണ്. ഒരു നാൾ കുറച്ച് നാൾ ഇവിടെ പോകും, വേറൊരു വേറെടുത്ത് പോകും, ഇങ്ങനെ മാറി മാറി പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ട് നവീകരണവാദം, പുരോഗമനവാദം, ആധുനികത്വം, മറ്റു പല വാദങ്ങൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ദൈവമക്കളുടെ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തില്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രചാരണം, വ്യാപ്തി, സ്വാധീനം ഇങ്ങനെയുള്ള വാദഗതികൾക്ക്. അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. പുരോഗമനവാദം, നവീകരണവാദം, പരിണാമ സിദ്ധാന്തം, ആധുനികത്വം, പാരമ്പര്യങ്ങൾക്ക് വിരോധമായുള്ള ചിന്താഗതികൾ, ഇതൊക്കെ കൂടുതലായിട്ട് സ്വാധീനിക്കപ്പെടുകയാണ്. പണ്ടിങ്ങനെ ആയിരുന്നില്ല. ഇതെല്ലാം പറയുന്നത് ക്രിസ്ത്യാനിത്വം അത് വാസ്തവത്തിൽ നേരിടുന്ന ശത്രുക്കൾ പണ്ട് തന്നെയുള്ള ശത്രുക്കൾ മാത്രമല്ല, ഉള്ളിൽ നിന്ന് തന്നെ പോരാട്ടം നേരിടുകയാണ്. ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനിത്വത്തെ കുറച്ച് കാണിച്ച് അതിനെ തകർക്കുവാനുള്ള ശ്രമം ഉള്ളിൽ തന്നെ നടക്കുകയാണ്. അവർ നൽകുന്നതായ ചിത്രം, അവർ പുറമേ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, നല്ലൊരു ജീവിത ശൈലി ജനങ്ങളോട് സംസാരിക്കുന്നവരാണ്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ഉള്ളു തുറന്ന് പരിശോധിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ബൈബിളിലുള്ള വിശ്വാസം, ക്രിസ്ത്യാനിത്വത്തിലുള്ള വിശ്വാസമെല്ലാം തകർക്കുന്നതിന് ഉതകുന്ന കാര്യങ്ങളാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ സുവിശേഷമാണ് അവതരിപ്പിക്കുന്നത്, ഒരു സാമൂഹ്യ സുവിശേഷം, ആരോഗ്യവും സമ്പത്തുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു സുവിശേഷം. ഇങ്ങനെയുള്ള ഈ വഴികൾ അനവധിയായിട്ട് സ്വാധീനിക്കുന്ന പ്രത്യേകിച്ച് യുവതലമുറയെ. ഇന്ന് യുവതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നകന്ന് പോകാൻ തുടങ്ങി, പോയി കഴിഞ്ഞു ഏകദേശം. ഒരിക്കൽ ദൈവവിശ്വാസമുള്ള രാജ്യങ്ങളൊക്കെ നിരീശ്വരവാദത്തിലും പരിണാമ സിദ്ധാന്തത്തിലും ആധുനികത്വത്തിലും പുരോഗമനവാദത്തിലുമൊക്കെ വീണ് കഴിഞ്ഞു. ഒരു ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയിലും യുവാക്കളുടെ എണ്ണം ഇന്നില്ല. അവരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടതും ദൈവനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതും വിശ്വാസം ബലപ്പെടേണ്ടതും അങ്ങനെ നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവും യഥാർത്ഥ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതും ഇന്ന് വളരെ ആവശ്യമായിരിക്കും. ദൈവം ആര് എന്നൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ദൈവം എന്താണ് ചെയ്തത്, എന്താണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ ആവശ്യം, എന്താണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യം, എന്താണ്, ഇതെല്ലാം ഓരോ മനുഷ്യനും വ്യക്തമായി മനസ്സിലാക്കണം. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം ഓരോ മനുഷ്യരും വ്യക്തമായി തിരിച്ചറിയണം. അതിന് വളരെ വ്യക്തമായ അറിവ് അവർക്ക് വേണം.
അപ്പോൾ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതായ വിശ്വാസ സത്യങ്ങൾ അത് നമ്മൾ സംരക്ഷിച്ച് അതിനുവേണ്ടി പോരാടണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല. നാം തീർച്ചയായും നന്ദിയുള്ളവരായിരിക്കണം. അടുത്ത തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്: വിശ്വാസം ബലപ്പെടുത്തി കൊടുക്കുക, വിശ്വാസത്തിൽ നിശ്ചയമുള്ളവരായി തീരുവാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുക, അറിയിക്കുക. അപ്പോൾ ഈ ഒരു നവീകരണ ചിന്താഗതികൾ, പുരോഗമന ചിന്താഗതികൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ തകർക്കുന്ന അവസ്ഥയാണ്. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പണ്ട് ദാവീദ് എന്ന രാജാവ്, പ്രവാചകൻ കൂടിയായിരുന്ന ദാവീദ് ഇപ്രകാരമാണ് എഴുതിയത്. സങ്കീർത്തനം 11 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരായ ദാവീദ് ഇപ്രകാരം എഴുതി: അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനത്തെ വളരെ നാളുകളായി, നൂറ്റാണ്ടുകളായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ എത്ര ആക്രമിച്ചാലും തകരില്ല. പക്ഷെ അന്തരീക്ഷം നാം മനസ്സിലാക്കണം. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനത്തിനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായി. എല്ലാ തലമുറകൾക്കും അവരുടേതായ യുദ്ധമുണ്ട്. ഓരോ ദൈവ പൈതലും ക്രിസ്തുവിൻ്റെ പോരാളികളെന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചത്. നമ്മൾ ചാരിക്കിടന്ന് ഉറങ്ങാനുള്ളവരല്ല. ഓരോ ദൈവ പൈതലും പോരാളികളും പടയാളികളുമാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലുള്ള തൻ്റെ പ്രിയപ്പെട്ട കൂട്ടായ്മയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി. ഫിലിപ്പ് ലേഖനം 1:16 കാണാം. പൗലോസ് തടവിൽ കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചിലർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പക്ഷെ അവിടെ പ്രസംഗത്തിൻ്റെ പിന്നിലെ മനോഭാവം തെറ്റായിരുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലർ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. പൗലോസ് ഞാൻ സുവിശേഷത്തിൻ്റെ പ്രതിവാദം, ഡിഫൻസ്, അതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള പോരാട്ടത്തിലാണ് എൻ്റെ ജീവിതം. നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു. എൻ്റെ 27-ാമത്തെ വാക്യത്തിലും പറഞ്ഞു: ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായി മാത്രം നടപ്പി. സുവിശേഷം പ്രതിരോധിക്കുന്ന ഒരുവിധം സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കുക കൂടിയാണ്. ഇപ്പോൾ സുവിശേഷത്തിൻ്റെ പോരാട്ടം എല്ലാ വിശ്വാസിയും, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ്. ദൈവം എനിക്ക് നൽകിത്തന്ന, കൃപയാൽ നൽകിത്തന്ന ഈ സുവിശേഷത്തെ ഞാൻ സംരക്ഷിക്കണം. എന്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്? ആക്രമണം ചുറ്റുപാടും നടക്കുകയാണ്. പലതരത്തിലുള്ള ആക്രമണം നടക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ജനത്തിനെതിരെ ഈ ശത്രു അകത്തു നിന്നും പുറത്തു നിന്നും ആക്രമിക്കുകയാണ്. അടിസ്ഥാനങ്ങളെ തകർക്കണം, അങ്ങനെ ഇല്ലാതാക്കണം. ഇതിന് പിന്നിലുള്ള ശക്തി ആരാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങൾ, ക്രിസ്ത്യാനിത്തെ തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ പരമമായ ലക്ഷ്യം. തന്നെ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അല്ലെങ്കിൽ ആട്ടിക്കളഞ്ഞ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുക, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ദൈവമക്കൾ, യൗവനക്കാർ മാത്രമല്ല, ദൈവമക്കൾ എല്ലാവരും ഈ അടിസ്ഥാന വിഷയങ്ങളിൽ നിശ്ചയമുള്ളവരായിരിക്കണം. ദൈവനെ കയ്യിലെടുക്കുന്നവർക്ക് വ്യക്തമായ നിശ്ചയമുണ്ടാകണം. അവർ പ്രസംഗിക്കുന്നത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്, മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ സന്ദേശമല്ല. നിശ്ചയത്തോടു കൂടണം ദൈവത്തിനു വേണ്ടി വേല ചെയ്യാൻ. ഞാൻ എന്തുകൊണ്ട് ദൈവവിശ്വാസിയായിരിക്കണം എന്ന് നിശ്ചയത്തോടെ ഉത്തരം പറയാൻ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ദൈവ മഹത്വം ലക്ഷ്യമിട്ടുകൊണ്ട് പഠിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനൊരു വലിയ പ്രളയം നമ്മുടെ ചുറ്റുമുണ്ട്. പുരോഗമനവാദം, നിരീശ്വരവാദം, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ പലതുണ്ട് നമ്മുടെ ചുറ്റും. പ്രളയം പോലെ ആ പ്രളയത്തിൽ ദൈവമക്കൾ ഓരോരുത്തർ ഒഴുകിപ്പോകാതിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട യൗവനക്കാരെ, യുവതിയുവാക്കളെ പിടിച്ചു നിർത്തണം. അവർക്കും നിശ്ചയമുണ്ടാകണം. അല്ല നമ്മൾ ഈ പല ഹോളുകളിൽ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു ഇതിൽ അവതരണങ്ങളൊന്നും അവർ നിൽക്കില്ല. അവർക്ക് വ്യക്തമായ നിശ്ചയമുണ്ടാകണം ദൈവിക കാര്യങ്ങളെക്കുറിച്ച്. അവർക്ക് നൽകാനുള്ള കടമ സഭയ്ക്കുണ്ട്. ഇല്ലെങ്കിൽ സഭകൾ നഷ്ടപ്പെടും, കർത്താവിൻ്റെ സഭകൾ അല്ലാതായി മാറും. അപ്പോൾ നമ്മൾ ആദ്യമായി വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വം അഥവാ നിലനിൽപ്പ്. ദൈവമക്കളാണ് രക്ഷിക്കപ്പെട്ടവർ. അവരോട് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയുണ്ട്.
പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ പത്രോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. പ്രതിവാദം, ഡിഫൻസ്. ഏറ്റവും നല്ല ഒഫൻസ് ഡിഫൻസാണ്. ഏറ്റവും നല്ല ആക്രമണം പ്രതിരോധമാണ്. പ്രതിവാദം പറയാൻ സാധിക്കണം. അവിടെ പ്രതിവാദം പറയാവുന്ന വാക്ക്, അല്ലെങ്കിൽ പ്രതിവാദം എന്ന് ഉപയോഗിക്കുന്ന യവന ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ അപ്പോളജിയ എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള പ്രതിരോധം. വിശദീകരിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ കർത്തൃദിവസം കൂട്ടായ്മയ്ക്ക് പോകുന്നു, എന്തുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നു, കൃത്യമായി ഉത്തരം പറയാൻ കഴിയണം. ഇതേ വാക്കാണ് പ്രവർത്തികൾ 22:1 ഈ അപ്പോളജി എന്ന യവന വാക്ക്, അഥവാ വാക്കാലുള്ള പ്രതിരോധം എന്ന അർത്ഥമുള്ള വാക്കാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹൂദരുടെ മുമ്പാകെ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവീൻ. നിങ്ങളെ പറയുന്ന ആരോപണങ്ങൾ എനിക്ക് മറുപടിയുണ്ട്. എൻ്റെ പ്രതിവാദം കേട്ടുകൊള്ളിൻ. അതേ വാക്ക് 25-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം 25-16 കാണാം നമുക്ക്. എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിവാദിപ്പാൻ ഇടകിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന റോമക്കാർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. അപ്പോൾ അഗ്രിപ്പയും ബെർണീക്കയും ഒക്കെ ഫെസ്തോസിനെ വന്ദനം ചെയ്യാനായിട്ട് കൈസരിൽ എത്തിയ സമയത്താണ് ഫെസ്തോസ് പൗലോസിന്റെ സംഗതി കേട്ട് രാജാവിനോട് വിളിച്ചു പറഞ്ഞിട്ട് പൗലോസിനെ വിളിപ്പിക്കും. പൗലോസ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, എന്നെ പിടിച്ച് തടവിലാക്കുമ്പോൾ എൻ്റെ ഭാഗം കേൾക്കണം നിങ്ങൾ. പൗലോസ് അവിടെ ഉപയോഗിച്ച വാക്കതാണ്. അപ്പോൾ പൗലോസ് ക്രിസ്ത്യാനിത്വത്തെ യഹൂദന്മാരുടെയും അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പ്രതിവാദം പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് വിശ്വാസം, ക്രിസ്ത്യാനികളെ ഒരിക്കൽ പീഡിപ്പിച്ച് നടന്ന ഞാൻ ഇന്ന് എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? പെട്ടെന്ന് എഴുന്നേറ്റ് രാവിലെ ചെയ്താൽ എനിക്ക് നല്ല ബോധമുണ്ട്. പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും ക്രിസ്ത്യാനി ആകാതിരിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണ്. അത്ര വ്യക്തമായും തെളിവോടെയാണ് പൗലോസ് ക്രിസ്തുവിനെ അവതരിപ്പിച്ചത്. ഈ പാഠങ്ങൾ ഇതൊക്കെ അപ്പോളജറ്റിക്സ് എന്ന പഠന പരമ്പരയിൽ വരും. അതായത് ക്രിസ്തു മത സമർത്ഥനം, മതവിശ്വാസ പ്രതിവാദക വിദ്യ എന്ന അർത്ഥമാണ് അപ്പോളജറ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തു മതത്തെ സമർത്ഥിക്കുക. ലോകത്തിൽ ഏറ്റവും വലിയ ഐക്യമുള്ള മനുഷ്യനും ക്രിസ്തു ദൈവമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, ഈ പഠനത്തിലൂടെ കാണാൻ പറ്റും. ക്രിസ്തു മാർഗം, യഥാർത്ഥ മാർഗം, ക്രിസ്തു ദൈവമാണ്. ഇത് വളരെ ആവശ്യമാണ് ഈ പഠനം. കാരണം ദൈവത്തിൻ്റെ കാര്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. അവരിത് ബാധിക്കാത്ത തരത്തിലാണ് ജീവിക്കുന്നത്. അവർ കണക്ക് പറയേണ്ടി വരും. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല പലരും ദൈവസ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന്. ഭൂമിയിൽ കർത്താവിനെയും സഭയെയും ദൈവത്തിൻ്റെ വഴികളും സംരക്ഷിക്കാനായിട്ട് യാതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവരൊക്കെ ദൈവം എന്തിനു വേണ്ടി പിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം? അപ്പോൾ നാം ക്രിസ്ത്യാനിത്വത്തെ അവിശ്വാസം നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിൽ പ്രതിരോധിക്കണം, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിൽ. ഈ ഒരു ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസം എന്ന് പറയുന്നത്, ബൈബിൾ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് ഈ അറിവിന് ജ്ഞാനത്തിന് വിരോധമല്ല. പലരും പറയുമോ വിശ്വാസം അന്ധവിശ്വാസം. വിശ്വാസം എന്ന് പറയുന്ന അറിവിന് ജ്ഞാനത്തിന് വിരോധമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 3-4 വാക്യം. ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്. ചരിത്രകാരൻ്റെ പദവിയുള്ള ലൂക്കോസ് തെയോഫിലസ് എന്ന് പറഞ്ഞ മനുഷ്യന് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. 1-ാം വാക്യം വായിക്കട്ടെ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിലെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇപ്പോൾ തിയോഫിലസ് എന്ന ഭരണാധികാരിക്ക് ലൂക്കോസ് എഴുതുമ്പോൾ കൃത്യമായി എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ട് അന്നത്തെ നാട്ടിൽ നടക്കുന്നതായ ഈ ക്രിസ്തുമതവും ക്രിസ്ത്യാനിത്വവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും അതിൻ്റെ വാസ്തവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയിക്കണം. കാരണം ക്രിസ്ത്യാനികളെ ആവശ്യമില്ലാതെ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. അവരുടെ നിലപാടുകളും അവരുടെ രീതികളും വളരെ വ്യക്തമാണ്. അവർ ദേശദ്രോഹികളല്ല, രാജ്യദ്രോഹികളല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട വിഷയം, നമ്മൾ കാണുന്ന വിഷയം ഇതാണ്: ബുദ്ധിക്ക് വിരോധമല്ല വിശ്വാസം. നിനക്ക് നിശ്ചയം പ്രാപിക്കാം. എല്ലാം ക്രമമായിട്ട് പൂർണ്ണമായി പ്രമാണിക്കുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ ഞാൻ
എല്ലാ വാർത്തയുടെ നിശ്ചയം നീ അറിയാൻ നിനക്ക് അറിവുണ്ടാകണം. ഈ കേൾക്കുന്ന ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചുള്ള നിശ്ചയം നിനക്കുണ്ടാകണം. ഇത് എഫ്.എസ്. ലേഖനം 3 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ മർമ്മങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയതിനു ശേഷം 1-2 അധ്യായത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അന്ന് അധ്യായങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അധ്യായം ഉള്ളതുകൊണ്ട് ആ 1-2 അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം വെളിപ്പെടുത്തി ക്രിസ്തു ക്രൂശിൽ മരിച്ചതും യഹൂദനെയും പ്രജാതിക്കാരനെയും ഒന്നാക്കുന്നതിനൊക്കെയുള്ള ചരിത്രം വെളിപ്പെടുത്തിയതിനു ശേഷം പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ച 4-ാം വാക്യം. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ബോധമുള്ള മാർഗമാണ്, ബോധത്തിൻ്റെ മാർഗമാണ്, ജ്ഞാനത്തിൻ്റെ മാർഗമാണ്, അറിവിലടിസ്ഥാനപ്പെട്ടതാണ്, നിശ്ചയമുള്ള മാർഗമാണ് ക്രിസ്തീയ മാർഗം. പരിജ്ഞാന വിശ്വാസം വിരോധമല്ല. കാരണം പക്ഷെ അന്തരീക്ഷം മനസ്സിലാക്കണം. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ പോലെ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നുള്ള കപടത്താൽ വിശ്വാസം ത്യജിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 1 തിമോത്തിയോസ് 4-ാം അധ്യായം. അപ്പം അതുകൊണ്ട് ചില മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവമുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത മനുഷ്യർ, അവരെ അഗ്നോസ്റ്റിക് എന്ന വാക്കാണ് അവരെക്കുറിച്ച് ഉപയോഗിക്കുന്നത്. ദൈവമുണ്ടോ എന്ന് നിശ്ചയമില്ല. ദൈവമുണ്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അഗ്നോസ്റ്റിക്. നമ്മൾ കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറയും, കുറച്ച് നിലപാടുകളുള്ളവരുടെ. അക്കൂടെ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കാണും, പരിശോധിച്ചാൽ മതി. നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുമെന്ന് അന്വേഷിക്കാൻ പറ്റും. ഇപ്പം ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല, ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല, ദൈവമുണ്ടെന്ന് അറിയാൻ സാധിക്കില്ല എന്ന നിലപാടുള്ളവർ അവരെ അഗ്നോസ്റ്റിക് എന്ന് പറയും. മലയാളത്തിൽ ദൈവമുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത മനുഷ്യൻ. പക്ഷേ വചനപ്രകാരം ദൈവം പറയുന്നത്, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നിന്റെ മുമ്പിലുള്ള തെളിവുകൾ നീ പരിശോധിച്ചാൽ, നിനക്ക് സൂക്ഷ്മമായിട്ട് അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ രഹസ്യം അറിയണമെന്നുള്ള അന്വേഷണ താല്പര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് അറിയാൻ കഴിയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ടെന്ന്. ദൈവം പറഞ്ഞതാണത്. റോമലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. കണ്ണടച്ച് ദൈവമില്ലെന്ന് പറയരുത്. സൂര്യോദയത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് സൂര്യോദയമൊന്നുമില്ല, റോസാപ്പൂവിൻ്റെ മണം കിട്ടാനായിട്ട് കൊണ്ടു നിർത്തി മൂക്കടച്ച് പിടിച്ചിട്ട് റോസാപ്പൂവിന് മണമില്ലെന്ന് പറയുന്ന പോലെയാകരുത്. നിനക്ക് ബുദ്ധി, ഇവിടെ ഉപയോഗിച്ച വാക്കതാണ് ദൈവം, ബുദ്ധിക്ക് തെളിവായി. നിന്റെ ബുദ്ധി തെളിവുള്ള ബുദ്ധിയാണെങ്കിൽ, സംശയദൃഷ്ടിയോടുകൂടിയല്ല, അന്വേഷിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. റോമലേഖനം 1-ാം അധ്യായം 20 മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ നിത്യശക്തിയും, അതിന് തൊട്ട് 19 വായിക്കാം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കി. ദൈവം ഒളിച്ചു കളിക്കുകയല്ല, മറിഞ്ഞു നിൽക്കുകയല്ല. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിവാക്കി കൊടുക്കുകയാണ്. പക്ഷെ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കണം, ദൈവസന്തതിയാകാൻ ആഗ്രഹിക്കണം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. പ്രകൃതിയിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പ്രതിവാദമില്ല, എക്സ്ക്യൂസ് ഇല്ല പറയാൻ. അവർ കാരണം ഈ പ്രജാതികളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഇവിടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നിരൂപണങ്ങൾ, ചിന്താഗതികളിൽ വന്ന മാലിന്യം, വൈകല്യം, വ്യർത്ഥമായ അവസ്ഥ. അതുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റിയില്ല. ഇതിനവർ എന്ത് ചെയ്തു? അവിടെ വിവേകമില്ലാത്ത ഹൃദയത്തിൻ്റെ വിവേകം നഷ്ടപ്പെട്ടു. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അവർ സ്വയം പറഞ്ഞ് ഞങ്ങൾ ജ്ഞാനികളാണ്, തത്വജ്ഞാനികളാണ്. പക്ഷെ അവരേക്കാൾ വലിയ മൂഢന്മാർ ലോകത്തിലില്ല. ദൈവത്തെ നിഷേധിക്കുന്നത് ഏറ്റവും മൂഢന്റെ ലക്ഷണമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. 53-ാം സങ്കീർത്തനം 1-ാം വാക്യം. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയൻ, ക്ഷയമില്ലാത്ത നിത്യനായ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ ഹൃദയം ഇരുണ്ടുപോയ അജ്ഞതയിൽ കിടക്കുന്ന മനുഷ്യൻ, നിരൂപണങ്ങൾ വ്യർത്ഥമായ മനുഷ്യൻ ദൈവത്തെ എന്താക്കി കണ്ടു? മനുഷ്യൻ. താഴേക്ക് വരികയാണ് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യം മാറ്റിക്കളഞ്ഞു. തരം താഴ്ന്ന മനുഷ്യന്റെ ചിന്ത. ദൈവം പറഞ്ഞ് വ്യക്തമായി, ബുദ്ധിക്ക് തെളിവായി അവൻ്റെ പ്രവർത്തികൾ. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലെ ദൈവത്തിൻ്റെ നിത്യമായ ശക്തിയും ദിവ്യ സ്വഭാവം പ്രകൃതിയെ ദൈവം വെളിപ്പെടുത്തി. ദൈവം അദൃശ്യ ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി. ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തു ദൈവത്തെ കണ്ടെത്താൻ, തപ്പി നോക്കി കണ്ടെത്താൻ.
ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പം ഈ പൊതുവായ വെളിപാടിലൂടെ, സൃഷ്ടിയിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി. അപ്പം ദൈവം തന്നെ വെളിപ്പെടുത്തി. കാണേണ്ടവർക്ക് കാണാം, നോക്കേണ്ടവർക്ക് നോക്കാം. തലകുലിച്ചിരിക്കുകയോ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ ചെയ്താൽ കാണാൻ പറ്റില്ല. കണ്ണ് തുറന്നാൽ കാണാം. പിന്നെ കണ്ണ് തുറക്കണം, അന്വേഷിക്കാൻ. ചിലർ കണ്ണ് തുറന്നാലും കാണാൻ പറ്റില്ല, കാരണം അന്വേഷിക്കുന്നില്ല. ഹൃദയത്തിന് ആഗ്രഹം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുണ്ട് പക്ഷെ കേൾക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നുമില്ല. ഇത് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ല. ഇപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈ പ്രജാതികൾ ലോകത്ത് ദൈവം തന്നെ വെളിപ്പെടുത്തി. അവർ തൻ്റെ ശക്തിയും ദിവ്യത്വവും വെളിപ്പെടുത്തി. അവർക്ക് ഇനി ഞങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റിയില്ല എന്ന് പറയരുത്. ദൈവത്തെ എനിക്ക് അന്വേഷിക്കാൻ, എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, അത് നിന്റെ കുഴപ്പം. ദൈവം പറയും, ഞാനിവിടെ ഉണ്ട്, ഞാൻ എന്നെ വെളിപ്പെടുത്തി, ഇതാ ഞാനിവിടെ, പക്ഷെ നീ എന്നെ നോക്കുന്നില്ലല്ലോ. നിന്റെ ഹൃദയം ഇരുണ്ടു, നിന്റെ ബുദ്ധി പോയി, നിന്റെ നിരൂപണങ്ങൾ വ്യർത്ഥമായി, നീ എന്നെ നോക്കുന്നില്ല, പിന്നെ ഞാനില്ലെന്ന് പിന്നെ എന്തിനാ പറയുന്നത്? അത് അബദ്ധമാണ്. ദൈവമില്ലെന്ന് പറയുന്നതിനേക്കാളും വലിയ അബദ്ധം വേറെയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ദിവ്യത്വത്തിൻ്റെ തെളിവുകൾ ദൈവം നൽകി. പക്ഷേ ഇന്ന് ലോകത്തിലെ പക്ക മതവിശ്വാസങ്ങളും അവരാരാധിക്കുന്ന ദൈവം ഭൂമി ജീവിച്ചവരല്ല, കെട്ടുകഥകളാണ്, അന്ധവിശ്വാസമാണ്. പല വിഗ്രഹാരം നടത്തുന്ന പല വിഗ്രഹങ്ങളും ദേവന്മാരും ദേവതകളും പലതും മനുഷ്യരുണ്ടാക്കിയ ചില ഗോത്രങ്ങളുടെ നേതാക്കന്മാരാണ്. അവരെയൊക്കെയാണ് ആരാധിക്കുക. ചിലർ ദൈവം എന്ന് പറയുന്ന ഭൂമി ജീവിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരാൾ ഭൂമിയിലില്ല, ആരുടെയും പേര് പറയുന്നില്ല. അതിന് തെളിവില്ല. ഈ വിഗ്രഹം നടത്തുന്ന അവരുടെ ദേവന്മാർക്ക് ദേവതകൾ തെളിവില്ല. പക്ഷേ സത്യദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യദൈവം തന്നെ വെളിപ്പെടുത്തി. ഈ വിഗ്രഹം അതിനകപ്പെട്ട് കിടക്കുന്നവർ അവരുടെ സ്വന്തം നിരൂപണങ്ങളിൽ വിവേകമില്ലാത്ത ഹൃദയം, ഇൻ ഇംഗ്ലീഷിൽ സ്റ്റുപ്പിഡ് ഹാർട്ട്, വിവേകമില്ലാത്ത ഹൃദയത്തിൽ ഉത്ഭവിച്ച ചിന്തകളാണ്, വ്യർത്ഥമാണ്. നമ്മുടെ ചുറ്റും കാണാം ദൈവത്തെ തള്ളിക്കളഞ്ഞ് ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് നടക്കുന്ന വ്യക്തികൾ. അവരുടെ ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. ഇനി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്താഗതികൾ, ദൈവവുമായി ബന്ധപ്പെട്ട ചില ചിന്താഗതികൾ, ഇതിൽ പലതരത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടും. ഒന്നാമത് നിരീശ്വരവാദി. എന്താ നിരീശ്വരവാദി? ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഈ പേരുകളൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. നിരീശ്വരവാദി. ഇന്ന് ബൈബിൾ കൈ കൊണ്ട് നടക്കുന്ന അനേകം നിരീശ്വരവാദികളുണ്ട്. ചർച്ചയിൽ പോകുന്ന നിരീശ്വരവാദികളുണ്ട്. ഒരു വിഷയം വരുമ്പോൾ അറിയാം, മക്കൾക്ക് രോഗം വരുമ്പോൾ അറിയാം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അറിയാം. അവർ മഷിയിട്ട് നോക്കാനും മറ്റെവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാണാം, തലയിൽ തുണിയിട്ട് ശൗല് പോയതുപോലെ. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ആ വഴിക്ക് അത് അവിടെയും കൂടെ കയറി ആ ചാത്തൻ സേവയുടെ പുറകെ മഷിയിട്ട് നോക്കാൻ, കൈഫലം നോക്കാൻ, ജ്യോതിശാസ്ത്രം നോക്കാൻ അവർ ബൈബിൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളാണ്. ഇപ്പം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആൾ. ദൈവമില്ല എന്നവർ പൂർണ്ണമായി നിഷേധിക്കുക, ദൈവമില്ല. രണ്ടാമത്തെ കൂട്ടര് സംശയവാദി അഥവാ അജ്ഞേയവാദി. എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കുന്ന, ഒന്നും വിശ്വസിക്കാത്ത മനുഷ്യൻ. എന്തിനെ സംശയമാണ്. ആ വ്യക്തി ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ, അസ്തിത്വത്തെ സംശയിക്കുന്നു. മൂന്നാമത് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടോ നിശ്ചയമില്ല. ദൈവമുണ്ടോ നമുക്ക് നിശ്ചയമില്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും പെടുമെന്ന് അന്വേഷിക്കണം. നിശ്ചയമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും നിശ്ചയമില്ല. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥന കേൾക്കാൻ അവിടെ എന്ന് നിശ്ചയമില്ല. മറ്റൊന്ന് പാൻതീസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികളും അല്ലെങ്കിൽ പ്രകൃതി ശക്തികളും ദൈവമെല്ലാം ഒന്നാണ്. ഈ മരവും ദൈവമാണ്, ഈ ആനയും ദൈവമാണ്, ഈ ചിങ്കണ്ണി ദൈവമാണ്, എല്ലാ മനുഷ്യരും ദൈവമാണ്. പ്രകൃതി ശക്തികളും ദൈവവും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവർ വിശ്വദേവതാവാദം, ബ്രഹ്മജ്ഞാനം എന്ന് വിളിക്കും, പാൻതീസ്റ്റ്. മറ്റൊന്ന് പോളിത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദേവതാവാദം. ഒന്നിലധികം ദേവന്മാരുണ്ട്, ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ ബഹുദൈവ വിശ്വാസികൾ, ബഹുദേവതാവാദം. ജ്ഞാനേശ്വരവാദി, ജ്ഞാനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പല ദൈവങ്ങളുണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ മറുവശം മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഏകദൈവ സിദ്ധാന്തം. ഇത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണിത്. നമ്മുടെ TV സ്ക്രീനിലും മൊബൈലൊക്കെ ഇവരൊക്കെ ഇടയ്ക്ക് കാണാം.
ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കാണും, ഇതിൽ നമ്മളും കാണും, അറിയില്ല. നമ്മൾ ബൈബിളും കൊണ്ട് നടക്കുകയാണ്, പക്ഷെ നമ്മൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. അപ്പോൾ മോണോതീസ്റ്റ്, ഏകദൈവ വിശ്വാസം. പിന്നെ ഉള്ളത് ഡെയിസ്റ്റ്. ഡെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേവലേശ്വരവാദി, പ്രത്യേക മതത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ മാത്രം വിശ്വസിക്കുക. എനിക്ക് ബൈബിളൊന്നും വിശ്വാസമില്ല, ചർച്ചൊന്നും സഭയൊന്നും വിശ്വാസമില്ല. കേവലം ദൈവത്തെ മാത്രം വിശ്വസിക്കുക. എനിക്ക് ഞാൻ ബൈബിളൊന്നും ചർച്ചയൊന്നും പോവില്ല. ഞാനിങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് നടക്കും. ഞാൻ സഭയെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ വിശ്വസിക്കില്ല, ബൈബിൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ദൈവമുണ്ട്. കേവലേശ്വരവാദം. ഇതൊക്കെ മനുഷ്യനിർമ്മിതങ്ങളായ സിദ്ധാന്തം. എൻ്റെ പിന്നിൽ വേറൊരാളാണ്. ദൈവത്തെ വിശ്വസിക്കുന്നില്ല, വെളിപാട് വിശ്വസിക്കുന്നില്ല, അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരു ഗുണവുമില്ല എന്ന വ്യക്തി പറയും. കാരണം ദൈവമുണ്ട്, പക്ഷേ ഈ ബൈബിളൊന്നുമില്ല. കേവലേശ്വരവാദം. ഒരു ക്ലോക്കിന് കീ കൊടുത്താൽ താനേ ക്ലോക്ക് കീ ഇങ്ങനെ തീർന്ന പോലെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ദൈവം പോയി. ദൈവം വേറെ കാര്യത്തിൽ ഇടപെടുന്നില്ല. വേറെ കൂട്ടർ ഡെയിസ്റ്റ് എന്ന് പറഞ്ഞവരുടെ ചിന്താഗതി ഏതാണ്? ദൈവം ഒരിക്കലും ആരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല. ദൈവം ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. നമ്മൾ ചെയ്ത ഫലം നമ്മൾ അനുഭവിക്കുന്നു. വേറൊരു കൂട്ടര് ഡ്യൂവലിസ്റ്റ്, ദ്വൈതവാദം, അതായത് ദ്വന്ദ്വ ദൈവവിശ്വാസം. അതായത് നന്മതിന്മകളെ പോലെ, നന്മയുമുണ്ടെങ്കിൽ തിന്മയുമുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്. ഒരു സമതുലനാവസ്ഥയാണ്. രണ്ട് തുല്യ ശക്തികളാണുള്ളത്. രണ്ട് തുല്യ ശക്തികളാണ്. അതിൻ്റെ വേറെ വശം മോണിസ്റ്റ് ഏകദൈവ വിശ്വാസക്കാർ. ഇങ്ങനെ പല ആരൊക്കെ കണ്ടു നമ്മൾ? ഒന്ന് നിരീശ്വരവാദി, രണ്ട് അജ്ഞേയവാദി, മൂന്ന് ദൈവമുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത അഗ്നോസ്റ്റിക്, നാല് പാൻതിയിസ്റ്റ്, പ്രകൃതി ശക്തികളും ദൈവങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന വിശ്വദേവതാവാദം, അഞ്ച് പോളിത്തീസ്റ്റ്, ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ആറ് മോണോതീസ്റ്റ്, ഏകദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ, ഏഴ് ഡെയിസ്റ്റ്, അതായത് ദൈവമുണ്ട് പക്ഷെ പ്രത്യേക മതത്തിലൊന്നും വിശ്വസിക്കില്ല. ദൈവമുണ്ടെന്നറിയാം, പക്ഷെ ഒരു മതവും ഒരു സഭയും ബൈബിളൊന്നും വിശ്വസിക്കില്ല. ഏഴാമത്. എട്ടാമത്തത് മോണിസ്റ്റ്, അല്ലെങ്കിൽ എട്ടാമത്തെ ഡുവലിസ്റ്റ്, ഒമ്പതാമത്തെ മോണിസ്റ്റ്. ഡുവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ്വൈതവാദം. കുറേ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഒമ്പതാമത് മോണിസ്റ്റ്, ഒരു ദൈവമേ ഉള്ളൂ. വചനത്തിൽ എന്താ പറയുന്നത്? അപ്പം ഇങ്ങനെയുള്ള പലതുണ്ട് ചുറ്റും. നമ്മൾ കാണുന്ന പലരും ഈ കൂട്ടത്തിൽ പെട്ടവരാണ്. ഇവിടെ സംസാരിച്ച് എല്ലാവർക്കും അറിയുപോലുമില്ല ഇവരുടെ നിലപാട് ഇതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ദൈവബലിനുണ്ടായിരിക്കുന്ന കാഴ്ചപ്പാട് ദൈവമുണ്ട് എന്ന വാദമാണ് തീസം എന്ന് പറയും. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഏകദൈവ വിശ്വാസം. ആ ദൈവം ഉന്നതനുമാണ്, അന്തർവർത്തിയുമാണ്, സ്വർഗത്തേക്കാൾ ഉന്നതൻ, അത്യുന്നതനുമാണ്, അതേ സമയത്ത് തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ കുടികൊള്ളുന്നവനുമാണ്. ഇതാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം. ദൈവം പ്രകൃതിയെ ആകാശഭൂമി ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:2. അതായത് മനുഷ്യർ നടുവിൽ ഇറങ്ങി വന്നു. യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെടുവാൻ മനുഷ്യരായി നമ്മുടെ നടുവിൽ വന്നു. മത്തായി 3:13-17 വരെ. അപ്പോൾ ഉന്നതനായ ദൈവം, പ്രപഞ്ചത്തെക്കാൾ ഉന്നതനായ ദൈവം, പക്ഷെ പ്രപഞ്ചത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല, മനുഷ്യന് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നവനാണ്, അന്തർവർത്തിയാണ്, ആ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് നൽകുന്നവനാണ്. അല്ല ഈ പാൻതീസുകാർ പറയുന്ന പോലെ പ്രകൃതി ശക്തികൾ ദൈവമല്ല ഒന്നെന്ന് പറയുകയല്ല ഇവിടെ പറയുന്നത്. 139 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ. ഞാൻ ഇരുട്ടിൻ്റെ മറവിൽ പോയ ദൈവം അവിടെയുണ്ട്, വെളിച്ചത്തിൽ പോയ അവിടെയുണ്ട് ദൈവം, മേഘങ്ങൾക്ക് മീതെ കയറിയ അവിടെയുണ്ട്, ആഴ അടുത്തിട്ടി പോയ അവിടെയുണ്ട്, അവൻ്റെ സന്നിധി വിട്ടിരിക്കുക. എവിടെ ഒളിക്കാൻ പറ്റും? എങ്ങും ഒളിക്കാൻ പറ്റില്ല. ഒരു വാക്യം വെച്ച് അവസാനിക്കുക. ഇതൊരു പരിധിക്കപ്പുറം നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും കേൾക്കുക, നോട്ട് എടുക്കാൻ പറ്റുന്നവരെ നോട്ട് എഴുതി വെക്കുക. പ്രത്യേകിച്ച് ഈ വിഭാഗങ്ങളെ മനസ്സിലാക്കുക. ഈ പറയുന്ന 10ഓളം വിഭാഗങ്ങൾ, ഇങ്ങനെയുള്ളവരുമായി നമ്മൾ ഇടപഴകുന്നതെന്ന് മനസ്സിലാക്കണം. അവരെ സ്വാധീനിച്ചവരുടെ സ്കൂളിലും കോളേജുകളിൽ നിന്നാകാം, കൂട്ടുകാരിൽ നിന്നാകാം, അവർ കാണുന്ന TV-യുടെ ചാനലുകളിൽ നിന്നാകാം, വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാകാം അവരെ സ്വാധീനിക്കപ്പെടും. മിക്ക യുവാക്കളും ഈ സ്വാധീന വലയത്തിലാണ്. ദൈവവിശ്വാസത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ സഹായകനായി നിൽക്കുന്ന ദൈവത്തെ അവർക്കറിയില്ല. ദൈവമില്ലാതെ ഓടുകയാണ്. ഈ പറഞ്ഞ ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതങ്ങൾ. അതിൻ്റെ പിന്നിൽ വേറൊരു ശക്തിയുണ്ട്.
സത്യദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തന ഫലമാണ്. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 27-ാം വാക്യം. പ്രവൃത്തികൾ 17:27 പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവൻ എന്നതാണ്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മൾ അകന്നിരിക്കുന്നില്ല, പക്ഷെ നമ്മൾ അന്വേഷിക്കണം. ദൈവമുണ്ട്, വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബുദ്ധി തെളിവായി നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വം കാണാൻ പറ്റും, അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അവൻ അന്തർവർത്തിയാണ്, അവൻ ട്രാൻസെൻഡൻ്റാണ്, ഏറ്റവും ഉന്നതനാണ്. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ, വചനത്തിൽ വിറയ്ക്കുന്നവൻ്റെ ഉള്ളിൽ വസിക്കുന്നവനാണ്. ശാശ്വതവാസിയും അത്യുന്നതനും പരിശുദ്ധനുമായവൻ തന്നെ സ്നേഹിക്കുന്നതിനുള്ള ഉള്ളിൽ വസിക്കുന്നവനാണ്. ദൈവം ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു സംശയമില്ല, ദൈവമുണ്ട് എന്നതിന് സംശയമില്ല. പക്ഷെ അവിടേക്ക് നമ്മൾ മറ്റുള്ളവരെ എത്തിക്കണം. അതിനാണ് ഈ പഠനങ്ങൾ. ദൈവങ്ങളെ സഹായിക്കട്ടെ. തുടരാം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച. ദൈവങ്ങളെ സഹായിക്കും.